സിമ്പിളായി നമുക്കൊരു അടപ്രഥമത്തിൻ്റെ പായസം എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ, പാലട മിക്സ് വെച്ചിട്ട്, ചോല പാലട മിക്സ് വെച്ചിട്ട് ഒരു അടപ്രഥമത്തിൻ്റെ ഒരു പായസമാണ് ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേക നമുക്ക് ആവശ്യമായത് 2 പാക്ക് പാലിട്ടോ, 1 ലിറ്റർ പാല്, ഈ ഒരു മിക്സ്ഡ് പാലടി വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ചെറിയ അടപ്രഥമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഈ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനി നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് ഈ പാലടൻ്റെ മിക്സ്ഡ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പാല് നമ്മൾ ഇളക്കി കൊടുക്കണം. പാല് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മളെ പാലൊക്കെ നല്ലപോലെ തിളക്കാനായിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഞാനിതിൽ ചേർത്തണില്ല. നല്ലോണം തിളച്ച് വന്നാലുള്ള നമ്മൾ ഈ മിക്സിഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒരു 5 ഗ്ലാസ് പായസം ഉണ്ടാവുള്ളൂ. അടപ്രഥമം നല്ല ടേസ്റ്റി ആയിട്ട് ഓരോരോ ഗ്ലാസ് നമുക്ക് കഴിക്കുക. പാലട ഇത്ര ഉള്ളൂ കേട്ടോ സാധനം. ഞാനിത് ഇളക്കി കൊടുക്കേണ്ടത് നല്ലപോലെ നമ്മളെ കുറുക്കണം കേട്ടോ. അരമണിക്കൂർ ഇത് നിൽക്കാതെ ഇളക്കി ഈ തിളച്ച പാല് നമുക്ക് കുറുക്കി കൊടുക്കാനുണ്ട്. നല്ല ടേസ്റ്റായ അടപ്രഥമം നമുക്ക് കുറുകി നല്ലപോലെ തിളക്കണുണ്ട്. കുറുകി വരാൻ നല്ലപോലെ കുറുകണം കേട്ടോ, എന്നാലുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മളെ പായസം കണ്ടോ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടുന്നുണ്ട്. മിൽക്ക് മെയ്ഡും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയായ അടപ്രഥമം ടേസ്റ്റോടെ കഴിക്കാം. ഞാൻ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനായി ഞാൻ ഒരു പാൻ വെച്ചങ്ങാണ്ട് 1 ടീസ്പൂണ് നെയ്യ്, മിൽമ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റാൻ വേണ്ടി ഇടുന്നുണ്ട്. ഞാൻ നെയ്യ് അധികമൊന്നും ഇടണില്ല, കാരണം മിൽക്ക് മെയ്ഡ് നമ്മൾ ഇടുന്നത് കൊണ്ട് നെയ്യ് കുറേ ഇടേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനിനി ഫ്ലെയിം ഓഫാക്കി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ടേസ്റ്റിയായ അടപ്രഥമം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്ക്. 1 ഗ്ലാസ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്